വാട്സ്ആപ്പ് ഫോക്ക് ഇന്ന് നമുക്ക് യമഹയുടെ ഒരു കിടിലൻ റെട്രോ മോഡൽ പരിചയപ്പെട്ടാലോ. XSR 155. അപ്പൊ തുടങ്ങാല്ലേ. യമഹയുടെ കയ്യിൽ ശരിക്കും അടിപൊളി ബൈക്കുകളൊക്കെ ഉണ്ട്. അവരത് ഇന്ത്യൻ മാർക്കറ്റിൽ ശരിക്കും അത് ഇറക്കിയിട്ടില്ല. ഇപ്പൊ തന്നെ ഈ XSRന്റെ കാര്യം എടുത്ത് നോക്ക്. നമ്മുടെ ഇന്ത്യയിൽ അവർ 150cc മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. പക്ഷേ ശരിക്കും ഇത് 4 വേരിയന്റ് ഉണ്ട്. അതായത് 125cc ഉണ്ട്, 155 ഉണ്ട്, 700 ഉണ്ട്, 900 ഉണ്ട്. അതിൽ 125 യൂറോപ്പിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ പറയുന്ന 155 ഇത് ആദ്യം അവർ ഇറക്കിയത് തായ്ലാൻഡിലാണ്. അതും കഴിഞ്ഞപ്പോഴത്തേനെ അവരിത് ഇന്തോനേഷ്യയിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് അതായത് 2025 ആയപ്പം ഈ പറഞ്ഞ 155cc ഇന്ത്യയിലെത്തി. ആ ഇറങ്ങിയ സമയത്ത് അതായത് നവംബറിൽ ആ ഒറ്റ മന്ത് കൊണ്ട് മേലെ യൂണിറ്റ്സ് ആണ് ഇവർ സോൾഡ് ചെയ്തിട്ടുള്ളത്. അത്രയ്ക്ക് ഡിമാൻഡാണ് ഇത് ഇറങ്ങിയ സമയത്ത് ഇതിനുണ്ടായിരുന്നത്. പിന്നെ അടുത്ത 2cc അതായത് 700ഉം 900ഉം അത് ഗ്ലോബലി അവൈലബിൾ ആണ്. ആ ഫ്ലാഗ്ഷിപ്പ് മോഡൽ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് $USD ആണ്. അത് ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ 9 lakh rupees സംതിങ് വരും. അതുകൊണ്ടാണ് യമഹ ഈ പറഞ്ഞ ഹൈ റേഞ്ച് CC ബൈക്കുകൾ ഇന്ത്യ ഇറക്കാത്തതിന്റെ മെയിൻ കാര്യം. അവർ പറഞ്ഞ ഇത്രേ ഉള്ളൂ, 3 lakhന്റെ മേളിലുള്ള ബൈക്കുകൾ ഇന്ത്യയിൽ സോൾഡ് ആയി പോകാൻ പാടാണ്. പിന്നെ എങ്ങനെയാണ് ഇത്രയും പ്രൈസ് വരുന്ന ഒരു ബൈക്ക് ഇന്ത്യയിൽ അവർ വിൽക്കണത് എന്നാണ് അവർ പറയണേ. അപ്പൊ നമ്മൾ എല്ലാ പ്രാവശ്യം തുടങ്ങുന്ന പോലെ നമുക്ക് ഇതിന്റെ ഒരു ഓവറോൾ ലുക്ക് വെച്ച് തന്നെ തുടങ്ങാം. ഇതിന്റെ ലുക്ക് എന്ന് പറയുന്നത് ഒരു റെട്രോ ഡിസൈനിലാണ് യമഹ ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മൊത്തം കളർ വേരിയന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ ടോപ്പ് വേരിയൻസ് എടുത്ത് നോക്കുവാണെങ്കിലും ഇതേ സെയിം ലുക്ക് തന്നെയാണ് അതിലും വന്നേക്കുന്നത്. പിന്നെ ആകപ്പാടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ടോപ്പ് വേരിയൻസിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല ബൾക്കി ലുക്കാണ്. ഇത് താഴേക്ക് വരുന്ന അനുസരിച്ച് അത് കുറച്ചുകൂടെ മെലിഞ്ഞ് വരും. അത്രയും തന്നെയാണ് ഈ ഒരു ഡിസൈനിന്റെ കാര്യത്തിൽ വരുന്നത്. പിന്നെ എടുത്തു പറയാനായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത് ഒരു കഫേ റേസറും അതുപോലെ തന്നെ ഒരു സ്കാംബ്ലർ ബൈക്കിലേക്കൊക്കെ മാറ്റാൻ പറ്റും. കിറ്റ് അവൈലബിൾ ആണ്. ഏകദേശം 10,000 rupees ആണ് അതിന്റെ ഒരു കോസ്റ്റ് പറഞ്ഞത്. പിന്നെ എടുത്തു പറഞ്ഞ ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിന്റെ ഹെഡ് ലാമ്പ് ആണ്. ഇതേ ഈ സർക്കിൾ ഡിസൈൻ ആണ് ഇവർ മീറ്ററിലും കൊടുത്തേക്കുന്നത്, അതുപോലെ തന്നെ ടെയിൽ ലാമ്പിലും കൊടുത്തേക്കുന്നത്. അത് അത്യാവശ്യം കൊള്ളാം കേട്ടോ. ശരിക്കും ഫോട്ടോയ്ക്കകത്ത് കാണുമ്പോൾ എനിക്ക് അത്ര വലിയ ഭംഗിയായിട്ട് ഈ ബൈക്ക് തോന്നില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ആയാലും കൊടുത്തേക്കുന്നത് LED ആണ്. പിന്നെ എടുത്തു പറയാനായിട്ട് അടുത്ത സംഭവം എന്ന് പറയുന്നത് ഇതിന്റെ ഫ്രെയിം ആണ്. യമഹ ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അവരുടെ സിഗ്നേച്ചർ ഫ്രെയിം ആയ ഡെൽറ്റ ഫ്രെയിം ആണ്. ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ബെറ്റർ കോർണറിംഗ് ആണ്. ഇതിന്റെ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ട് വരുന്നത് 100, 350 റോണിന്. അപ്പൊ അത് വെച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ കോർണറിംഗ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഇതിന്റെ സസ്പെൻഷൻ സിസ്റ്റം ആണ്. ഫ്രണ്ട് വരുന്നത് USD ഫോക്സും ബാക്കിലേക്ക് വരുമ്പോൾ മോണോഷോക്ക് സസ്പെൻഷൻ സിസ്റ്റം ആണ്. സസ്പെൻഷൻ സിസ്റ്റത്തിന്റെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ചെറിയൊരു സ്റ്റിഫ്നെസ് ഉണ്ട്. ഹമ്പൊക്കെ ചാടുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ബ്രേക്കിന്റെ കാര്യമാണ്. അത് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ആണ് വരുന്നത് വിത്ത് ABS. റിയറിലേക്ക് വരുന്ന സമയത്ത് അവർ യൂസ് ചെയ്തിരിക്കുന്നത് അലുമിനിയം സിംഗാമാണ്. ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇതിന്റെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കുറച്ചധികം കാര്യങ്ങളും ഉണ്ട്. അത് നമുക്ക് ബാക്കി വഴിയെ പറഞ്ഞുതരാം. അടുത്ത് നമുക്ക് എഞ്ചിൻ കാര്യത്തിലേക്കൊക്കെ പോകും. എഞ്ചിന്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ ഈ താഴേക്ക് നോക്കുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമുണ്ട്. യമഹയ്ക്ക് ഇത് കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഒരു അടുക്കും ചിട്ടയിലും വെക്കായിരുന്നു. ഇപ്പം നോക്കുവാണെങ്കിൽ കുറെ അധികം വയർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇട്ട പോലെ ഉണ്ട് ഇത് കാണാൻ. പിന്നെ അടുത്ത് വരുന്നത് ഹാൻഡിൽ ബാറിലാണ്. ഹാൻഡിൽ ബാറെ കുറെ അധികം വയർ ഹാൻഡിൽ ഇതിലെ കൂടെ എല്ലാം പോകുന്നതെല്ലാം കാണാം. അതിവിടെ ഇങ്ങനെ സ്ട്രാപ്പ് ചെയ്ത് വെച്ച പോലെയൊക്കെ കാണാം. പക്ഷേ എഞ്ചിന്റെ സൈഡ് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ എഞ്ചിൻ ശരിക്കും പരിചിതമാണ്. അതായത് ഈ സെയിം എഞ്ചിനാണ് അവരവരുടെ R15ലും MG എല്ലാം യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പവറും സെയിം ആണ്. 18 PSC പവറും അതുപോലെ 14 Nm ടോർക്കും ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യണത്. പിന്നെ ഗിയർ ബോക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ സിസ്റ്റം ആണ് വരുന്നത്. ക്ലച്ച് വരുന്നത് സ്ലിപ്പർ ക്ലച്ച് ആണ് വരുന്നത് വിത്ത് അസിസ്റ്റ്. പിന്നെ അടുത്തടുത്ത് നോക്കുവാണെങ്കിൽ ഇതിൽ ഒരു ട്രാക്ഷൻ കൺട്രോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. VVA ആക്ച്വേഷൻ സിസ്റ്റം ഉണ്ട്. അപ്പൊ കമ്പാരിറ്റീവ്ലി ഈ 3 ബൈക്ക് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ XSR ആണ് കുറച്ചുകൂടെ പൊടിക്ക് പവറും ടോർക്കും കൂടുതലുള്ള. എഞ്ചിന്റെ കാര്യത്തിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അത്യാവശ്യം എഞ്ചിന്റെ കാര്യമൊക്കെ നമുക്ക് പരിചിതമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ ഏകദേശം അറിയാം. MGയും R15 ഒക്കെ ഇന്ത്യയിൽ അത്യാവശ്യം നല്ല സെയിൽസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇപ്പോഴും യൂത്ത് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ബൈക്കും കൂടിയാണ്. ബാക്കി നമുക്ക് സീറ്റിന്റെ കാര്യത്തിലേക്ക് പോകാം. സീറ്റ് നോക്കുവാണെങ്കിൽ ഫുൾ ഫോം ആണ് വരുന്നത്, സിംഗിൾ സീറ്റ്. സീറ്റിന്റെ കാര്യത്തിലേക്ക് ഡെപ്ത് ആയിട്ട് പോവുകയാണെങ്കിൽ റിയറിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് പാടായിരിക്കും ബാക്കിൽ ഇരിക്കുന്നവർക്ക്. കാരണം ഈ ഒരു ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഇത് കുറച്ച് നാരോ ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ വേറെ സംഭവം ഉണ്ട്, ഇതിൽ ഗ്രാബ് റെയിൽ ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് പിടിച്ചിരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഫ്രണ്ടിൽ ഇരിക്കുന്ന ആളുടെ തോളിന്റെ മേത്ത് കൈയിട്ടിരിക്കുന്നത് ഇങ്ങനെ വരും. ഇങ്ങനത്തെ സീറ്റ് മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് സിറ്റി യൂസിനും അതുപോലെ തന്നെ ഷോർട്ട് ആയിട്ടുള്ള ട്രിപ്പിനൊക്കെ വേണ്ടിയുള്ള ഒരു സീറ്റാണ് ഇത്. ലോങ് ട്രിപ്പ് ഒക്കെ പോകാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ട്രിപ്പ് ഒക്കെ പോകാൻ പറ്റും, പക്ഷേ കുറച്ച് കഷ്ടമായിരിക്കും. നിങ്ങൾ എന്തെങ്കിലും എക്സ്ട്രാ സീറ്റിലേക്ക് എന്തെങ്കിലും ഒരു കുഷനോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യേണ്ടി വരും. കാരണം ഒരു തുടർച്ചയായി കുറച്ച് ദൂരം പോകുന്ന സമയത്ത് നമുക്ക് ബാക്ക് പെയിൻ എടുക്കും. ഇത് പക്ക ഒരു സിറ്റി യൂസ് ബൈക്കാണ്. ബാക്കി നമുക്ക് ഈ കാണുന്ന ഫോം സീറ്റ് കയറി നിന്ന് സംസാരിക്കാം.
അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 810 ആണ്. അതായത് നമ്മുടെ MD-യിലൊക്കെ വരുന്ന സെയിം ഹൈറ്റ്. കോമ്പറ്റേറ്റീവ്സ് ആയിട്ടുള്ള റോണിനെയും ഹണ്ടറിനൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്വല്പം കൂടുതലാണ്. ഷോർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് പാടായിരിക്കും ഓരോ മൊത്തം ഫുട്ടും നിലത്ത് കുത്തി നിൽക്കാൻ. പിന്നെ വെയിറ്റ് ആണ് 137 കിലോ തന്നെ ഇതിനുണ്ട്. ഇതിന്റെ എഞ്ചിൻ വരുന്നത് E20 ആണ്. അതുകൊണ്ട് തന്നെ പെട്രോളിന്റെ പ്രശ്നങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫ്യൂച്ചറിലേക്ക് ഇതിന്റെ വരുന്നില്ല. പിന്നെ അടുത്ത് വരുന്ന ഇതിന്റെ ടാങ്ക് ആണ്. 10 ലിറ്റർ ആണ് ഇതിന്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഒരു 45 to 48 മൈലേജും സുഖമായിട്ട് കിട്ടും. പിന്നെ അടുത്ത ഹാൻഡിലിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇതൊക്കെ നമുക്ക് എപ്പോഴും തന്നെ കാണുന്ന ഒരു സംഭവമാണ്. അതായത് ഇഗ്നിഷൻ സ്വിച്ചും ഹസാർഡ് സ്വിച്ച്, ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ഹോണിന്റെയും ഹൈ ബീം, ലോ ബീം അതൊക്കെ തന്നെയാണ് ഈ ഹാൻഡിലിന്റെ ഭാഗത്തേക്ക് വരുന്നത്. പിന്നെ ഇതിന്റെ മീറ്റർ ഇവരുടെ ഹെഡ്ലൈറ്റിലും ടെയിൽ ലൈറ്റിലും കൊടുത്തേക്കുന്ന സെയിം ഡിസൈൻ ആണ് മീറ്ററിലും കൊടുത്തേക്കണേ. മീറ്ററിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും തന്നെയുണ്ട്. അതായത് സ്പീഡ് കാണിക്കുന്നുണ്ട്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ട്രിപ്പ് രണ്ടുണ്ട്, അതുപോലെ തന്നെ ഫ്യൂൽ ഗേജ് ഉണ്ട്, RPM ഉണ്ട്. അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. എന്നിട്ട് പിന്നെ Yamaha കണക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. അതായത് വൈ കണക്ടിവിറ്റി. അത് വെച്ച് നമുക്ക് നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ സർവീസ് കാര്യങ്ങളെല്ലാം തന്നെ അതിൽ ചെക്ക് ചെയ്ത് അറിയാനെല്ലാം പറ്റും. അടുത്ത മിററിന്റെ കാര്യമാണ്. മിറർ അത്യാവശ്യം കൊള്ളാം കേട്ടോ. അത്യാവശ്യം ചിലത് കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ അവർക്ക് ഈ മിറർ കുറച്ചുകൂടി ഒരു മോഡിഫിക്കേഷനിലേക്ക് കൊണ്ടുവരായിരുന്നു. അതായത് എന്തായാലും അവർ കുറെ സർക്കിൾ ഡിസൈൻ ഈ ബൈക്കിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മിററും കൂടെ സർക്കിൾ ആക്കുമായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഇതിന്റെ എക്സോസിനോട്ട് കൂടെ ഒന്ന് കേട്ട് നോക്കിയാലോ. അതിന് മുമ്പേ ഹോണ് കേട്ട് നോക്കാം. അതും കഴിഞ്ഞിട്ട് നമുക്ക് എക്സോസിലേക്ക് പോകാം. അടുത്ത നമുക്ക് എക്സോസ് നോട്ടിലേക്ക് പോകാം. ന്യൂട്രൽ നിട്ടോട്ടെ. ഓക്കെ, ഭയങ്കര വലിയ അഗ്രസീവ് ആയിട്ടുള്ള എക്സോസ് നോട്ടൊന്നുമല്ല. ഇതേ ഒരു സെയിം ശബ്ദം തന്നെയാണ് നമ്മൾ MD-യിലൊക്കെ കേട്ടിട്ടുള്ളത്. MD യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ കണക്ട് ആവും ഈ കാര്യം. ഇത് ഈ ചെറിയ എഞ്ചിൻ ട്യൂണിങ്ങിന്റെ കാര്യത്തിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കിയെല്ലാം തന്നെ സെയിം ആണ്. ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ഡെപ്ത് ആയിട്ട് നോക്കുവാണെങ്കിൽ ഈ 3 ബൈക്കിൽ കുറച്ചൊരു പവറും ടോർക്കും കൂടുതൽ ഈ ബൈക്കിന് തന്നെയാണ്. അടുത്ത എനിക്ക് പറയാനുള്ള ഈ ബൈക്ക് മേടിക്കാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരോടാണ്. അപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ 150cc ബൈക്കിന്റെ പ്രൈസ് എത്രയാണെന്ന് അറിയണ്ടേ? ഏകദേശം ഇതിന്റെ പ്രൈസ് വരുന്നത് 1,98,000 രൂപയാണ്. അപ്പോൾ ഒരു ആക്യുറേറ്റ് പ്രൈസ് അല്ലെങ്കിൽ ഫിനാൻസിനെ പറ്റിയും ഞാൻ താഴെ ഒരു നമ്പർ കൊടുത്തേക്കാം. ഫേവറേറ്റ് മോട്ടോഴ്സ്, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അവരുടെ ലൊക്കേഷൻ വരുന്നത് പാലയാണ്. പാല, കോട്ടയം ഭാഗത്തുള്ളവർക്ക് അത്യാവശ്യം നല്ല കസ്റ്റമർ സർവീസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. ഇവരുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് പാല, കോട്ടയം റൂട്ടിലാണ്, ഓപ്പോസിറ്റ് സെന്റ് മേരീസ് കോളേജ്. നമുക്ക് ഈ വണ്ടി കൊണ്ട് അധികം ഒന്നും പോകാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് നോക്കിയിട്ട് വരാം.